കോൺഗ്രസിലെ ഒരു യുവ MLA-യിലൂടെ ആ മുന്നണി തന്നെ ആടി ഉലയുകയാണ്. കാരണം നിലമ്പൂരിലെ റിസൾട്ടിലൂടെ ഒരു വലിയ പ്രതീക്ഷ അവർ വെച്ച് പുലർത്തി. രാഷ്ട്രീയ നിരീക്ഷകരും അങ്ങനെ തന്നെ കണ്ടു. പക്ഷേ ഇപ്പോൾ മുന്നണിയിലുള്ള ഘടകകക്ഷികളൊക്കെ തന്നെ അതൃപ്തരായിട്ടാണ് നിൽക്കുന്നത്. ഈ പോക്ക് പോയാൽ 2026 വീണ്ടും ഇതുപോലെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ട ഗതികേടിലായിരിക്കുമോ എന്നാണ്. പ്രത്യേകിച്ച് ലീഗ് അസ്വസ്ഥരായി തീർന്നിരിക്കുകയാണ്. 2026 അത് സംഭവിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞാൻ അതിനു മുമ്പ് OV വിജയന് പണ്ട് പറഞ്ഞൊരു വാക്യത്തിലേക്ക് വിജയൻ അതിൻ്റെ ശ്രദ്ധ ഒരു നിമിഷം ആകർഷിക്കും. കാരണം ഇതിപ്പോൾ ഒരു ഫലിതമായിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതിതാണ്: മൂല്യങ്ങളെന്ന് കേട്ടാൽ പരിഹസിച്ചു ചിരിക്കാത്ത മനുഷ്യരായിരുന്നു അന്ന് നമ്മളെന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാത്ത അക്ഷമകൾ മാത്രം പ്രകടിപ്പിക്കാൻ കഴിവുള്ള യുവരാഷ്ട്രീയക്കാർ തങ്ങൾ പാരമ്പര്യമറ്റവരല്ലെന്ന് വിശ്വസിക്കാൻ ധൈര്യപ്പെടുന്നു. പാരമ്പര്യമറ്റവരല്ലെന്ന്. അസ്വതന്ത്രമായ ഇന്ത്യയുടെ തെരുവുകളിൽ ഇറങ്ങി നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭകന് തൻ്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നതൊഴിച്ച് മറ്റു താല്പര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ഈ യുവതലമുറയിലെ രാഷ്ട്രീയക്കാർക്ക് വന്നിട്ട് ഈ പറഞ്ഞ താല്പര്യം, ആദർശ കുസുമങ്ങളാവുക എന്നുള്ള താല്പര്യം ഒഴിച്ച് ബാക്കി എല്ലാ താല്പര്യങ്ങളും അവരെ പരിരംഭണം ചെയ്തിരിക്കുന്നു. അതാണ് സത്യം. ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പം ഈ ഇൻറിലേഷൻ ഇല്ലാത്ത ഒരൊറ്റ യുവാവും എനിക്ക് തോന്നുന്നില്ല കാണുന്നു. അതുപോലൊരു സംസ്കാരത്തിലേക്കാണ് നമ്മുടെ ഇൻ്റർനെറ്റ് യുഗം നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ ശ്രദ്ധിക്കേണ്ടത്. തേൻകണികൾ പലതുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല. ആ തേൻകണികളിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കാൻ നിങ്ങൾക്കതിനുള്ള ബുദ്ധി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിനുള്ള ഒരു കരുതലുണ്ടായിരിക്കണം, ജാഗ്രത. അതില്ലാതെ പോയതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? UDFൻ്റെ വിജയനാഥി പറഞ്ഞ 2026 ഒരു വലിയ സ്വപ്നം, ആ സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയും. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പാർട്ടിയെ മുന്നണിയെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഒരു പാർട്ടിയാണ്, സംശയമൊന്നുമില്ല. UDF അധികാരത്തിൽ വരണമെങ്കിൽ ആദ്യം വിചാരിക്കേണ്ടത് ഏത് കക്ഷിയാണ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കക്ഷി തന്നെ വിചാരിച്ചാലേ വരൂ. കോൺഗ്രസിന് അത് പണ്ടേ അറിയാം. ശരിയാണ്, CPI മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോൻ ഭരിച്ചിരുന്ന കാലത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് CPM-നെതിരെ അന്ന് ആ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഉറച്ച കോട്ടയായിട്ട്, പൊന്നാപുരം കോട്ടയായിട്ട് നിലകൊണ്ടിരുന്നതെന്നും നമുക്കറിയാം. ഒരു ഉറച്ച കോട്ട തന്നെയാണത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവർ അസ്വസ്ഥരാണ്. ഇപ്പം ഈ അധികാരമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത ഭരണമെന്ന് പറയുന്നത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. ഇടത്തോട്ട് വീഴാം, വലത്തോട്ട് വീഴാം, വേറൊരു മാർഗമില്ല. അതവിടെ തന്നെ ഇരിക്കില്ല. അപ്പോൾ ഇപ്പോൾ സാധ്യത കാണുന്നത് ഇതിങ്ങനെ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അവസ്ഥയിൽ വലത്തേക്ക് വീണാനിരുന്ന ഈ തേങ്ങ ഇടത്തോട്ട് തിരിഞ്ഞ് ഇടത്തേക്ക് തന്നെ വീണൊരു മൂന്നാം പിണറായി വരുന്ന അവസ്ഥയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ്. കാരണം അധികാരത്തിൻ്റെ ആ സുഖശീതളമ അവരനുഭവിച്ചിട്ട് വർഷങ്ങളേറെ. അതില്ലാത്തടത്തോളം കാലം ലീഗ് എന്ന് പറയുന്നത് പണ്ട് നെഹ്റു പറഞ്ഞതുപോലെ ഒരു ചത്ത കുതിരയാണ്. അവിടെയാണ് ഈ പ്രശ്നം. അതുകൊണ്ട് നേരത്തെ തന്നെ ഇതിനകത്ത് ഗ്രൂപ്പിസം അതിൻ്റെ കൊടി പറത്തിയപ്പോൾ ഏറ്റവും ജാഗ്രതയോടെ പാർട്ടി കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടത് ഇതിവിടെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ പാർട്ടി മുസ്ലിം ലീഗാണ്. കേട്ടില്ല. ഇപ്പോഴും തുടരുകയാണ് ഗ്രൂപ്പിസം. ഇതിൽ അസ്വസ്ഥരായിരുന്നു, നീറുകയായിരുന്നു മുസ്ലിം ലീഗ്. അവരെ എന്നിട്ടും ഈ ഇടതുമുന്നണിയിലേക്കുള്ള ക്ഷണം നിരസിച്ചുകൊണ്ട് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെയും അതിനു മുമ്പ് രാഹുൽ ഗാന്ധിയെയും ജയിപ്പിക്കാൻ വലിയ ഉത്സാഹം കാട്ടി. തങ്ങളുടെ കൊടി അവിടെ പ്രദർശിപ്പിക്കരുതേ എന്ന് പറയുന്ന അപമാനനം സഹിച്ചുകൊണ്ട് ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിരിക്കുക. ദ ലാസ്റ്റ് സ്ട്രോ, അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നൊരവസ്ഥയില്ല.
അതായത് ഒട്ടകത്തിൻ്റെ പുറത്ത് എല്ലാ ഭാരവും കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ ഒരു കച്ചിത്തുരുമ്പ് കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടകം അവിടെ അങ്ങ് ഇരിക്കും. മരുഭൂമിയിലെ കപ്പലായിട്ടുള്ള ആ മൃഗത്തിൻ്റെ യാത്ര അവിടെ അവസാനിക്കും. കാരണം ഭാരം താങ്ങാൻ വയ്യ. ആ ലാസ്റ്റ് സ്ട്രോ ആയി തീർന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുറിച്ചുള്ള കഥകളും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നാടകീയമായിട്ടുള്ള രാജ്യം. ഇതിനകത്ത് ഇപ്പം കൂടുതൽ അതൃപ്തരാകാൻ പോകുന്നത് ലീഗാണ്. ലീഗാണ്, അതാണ് ഞാൻ പറയുന്നത്. 100%. ലീഗ് ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ അവരുടെ അധ്വാനമാണ് കൂടുതൽ, അത് അവരുടെ വിയർപ്പിന്റെ വിജയമാണ്. അപ്പോൾ ആ റിസൾട്ട് എന്തിനാ അവർ കൊടുത്തതെന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെ ഒരു തരംഗം കേരളത്തിൽ UDF തരംഗം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട്, അത് ഇപ്പോൾ വൻ തകർച്ചയിലായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരൊറ്റ വിഷയത്തിലൂടെ. കാരണം ഇതെന്തായാലും CPM-ന്റെ ഭാഗത്ത് അവർ നേരായ വഴിയിലൊന്നുമല്ല പോകുന്നത് നമുക്കറിയാം. പക്ഷെ എന്നാലും അവരിത് കത്തിച്ചിരിക്കും. കാരണം ലീഗ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഉടൻ തന്നെ അവരുടെ ഒരു യോഗം പാണക്കാട്ട് കൂടിയിട്ട് ഒരു പുതിയ തീരുമാനത്തിലേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നത്തെ ഈ ഒരു അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നത് UDFന്റെ പരാജയം, നേതൃത്വത്തിൻ്റെ പരാജയം, അവരുടെ സംഘടനാ ശക്തിയുടെ പരാജയം നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. ഇപ്പം നേതൃത്വം പരാജയപ്പെട്ടിരിക്കുന്നു. ഇങ്ങനൊരു അബദ്ധ സഞ്ചാരിയായിട്ടുള്ള ആളാണെന്നുള്ള അറിവ് കോൺഗ്രസ് നേതൃത്വത്തിന്, കേരളത്തിലെ നേതൃത്വത്തിന് ഇന്നുണ്ടായിട്ടുള്ളതല്ല. നേരത്തെ ചരിത്രമുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഇദ്ദേഹത്തിനെ ഏതോ ഒരു പക്ഷിയെയാണോ പാലക്കാട്ടെ BJP-ക്കാർ, പ്രത്യേകിച്ച് വനിതാ മോർച്ചക്കാർ കൊണ്ടുവന്നത്, ആ പേര് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ ദിലീപ്, ഞാൻ ആരോപണം ഉന്നയിക്കുകയല്ല, അതിജീവിത കേസിൽ പ്രതിയായ ദിലീപിന് ഈ സ്വഭാവ ദൂഷ്യം ഉണ്ടായിരുന്നതെന്ന് ആ കോളേജിൽ പഠിച്ചിരുന്ന എല്ലാവരും പലരോടും പറഞ്ഞിട്ടുണ്ട്. ആ സമൂഹത്തിന്, ആലുവയിലെ സമൂഹം, UC കോളേജാണല്ലോ, ആ ആലുവയിലെ സമൂഹത്തിന് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. എന്ന് പറയുന്ന പോലെ ഈ രാഷ്ട്രീയക്കാരെല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്ന ബന്ധഗോപുരങ്ങളിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ രാഷ്ട്രീയക്കാർക്ക്, അങ്ങനെ അങ്ങ് ഇരിക്കാൻ പറ്റില്ലല്ലോ. അറിയാവുന്ന കാര്യം തന്നെ. അങ്ങനെ അറിഞ്ഞുകൊണ്ട് എന്തിനിങ്ങനെ ഒരാളെ അവിടെ അവരോധിച്ചു? അതിനിപ്പം സത്യാനന്തര കാലത്തെ ന്യൂ നോർമാലിറ്റി ആണെന്ന് ഇത് വിചാരിച്ചുകൊണ്ടാണോ? കേരള സമൂഹം അത് അംഗീകരിക്കത്തില്ല, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്. ശരിയാണ്, PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ ഇതുപോലെ ഐസ്ക്രീം അന്ന് UDF കോൺഗ്രസ്സുകാരെ തന്നെ സംരക്ഷിച്ചു നിർത്തി. ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ലീഗിന് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റൂ? അല്ല, ഞാൻ ഒരു കാര്യം, പക്ഷെ അങ്ങനെ സംരക്ഷിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ചാനൽ, മുസ്ലിം ലീഗിന്റെ തന്നെ MK മുനീർ നടത്തിയിരുന്ന ചാനലിൽ ഇന്ത്യ വിഷൻ ആണ് ഏറ്റവും ശക്തമായിട്ടുള്ള, നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഏറ്റവും ശക്തമായിട്ട് ആ കേസ് റജീനയെ ഹൈലൈറ്റ് ചെയ്ത് താരമാക്കിയത് അവരല്ലേ. കുഞ്ഞാലിക്കുട്ടിക്ക് വിഷമമുണ്ടായാലും ആ ചാനൽ അതിന്റെ നയത്തിൽ നിന്ന് മാറിയോ? ചോദിക്കുന്നത് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഉള്ളൊരു ട്രഡീഷനുള്ള പാർട്ടിയാണ്. എന്തുകൊണ്ടാണത്? ഇതേ മുത്തുക്കോയ തങ്ങളാണ് പറഞ്ഞ സ്റ്റേജിലേക്ക് പെൺകുട്ടി കടന്നു വരരുത്, ഇവിടെ ആരാണ് ഇവിടെ ഇങ്ങോട്ട് കടത്തിവിട്ടത്? അതാണ് അവരുടെ ഒരു നമ്മൾ കുറ്റം പറഞ്ഞിട്ടില്ല, മതാനുശാസനം. അത് അതേപടി അംഗീകരിക്കുന്നവരാണ് മുസ്ലിം ലീഗുകാർ, അതിൽ വിശ്വസിക്കുന്നവരുമാണ്. മനസ്സിലായോ? ആ പരസ്ത്രീ സംഗമം എന്ന് പറയുന്നത് കല്യാണത്തിൽ കൂടി മാത്രമെന്ന് വെച്ചാൽ, അതുകൊണ്ടാണല്ലോ അവർക്ക് ഈ തലാഖ് ചൊല്ലി വേറെ കല്യാണം കഴിക്കാമെന്നും 2 or 3 പേരെ വിവാഹം കഴിക്കാമെന്നും വരുന്നത്. വ്യഭിചാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലെന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പരസ്ത്രീ സംഗമത്തിൽപ്പെട്ട ഒരാളിനെ ഒരിക്കലും ഒരു പാർട്ടി ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത ആളാണ്. ശരിയാണ്, യൂത്ത് കോൺഗ്രസ് സ്ഥാനം അദ്ദേഹം രാജിവെച്ചു. പക്ഷേ ഈ പരസ്ത്രീ സംഗമത്തിൽപ്പെട്ട ആൾ ഇപ്പോഴും എന്താണ്, MLA ആണ്. അതിൽ ലീഗ് കൂടി പരിശ്രമിച്ച് MLA ആക്കിയ ആളാണ്. അതെ, ലീഗ് അവിടെ നല്ല അധ്വാനം നടത്തി പാലക്കാടും. അതെങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ലീഗിന് കഴിയും? അപ്പം അതുകൊണ്ട് ഇവർക്കിപ്പോൾ തന്നെയല്ല, ലീഗിന് രാഷ്ട്രീയ ബോധ്യം ഉണ്ടായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് LDF ആണെന്ന് ബോധ്യം വന്നു വരും. ഇതാണ് ഏറ്റവും അപകടകരം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? ഇനി പരാജയപ്പെട്ടിട്ട് പരാജയത്തിൻ്റെ നീർക്കയത്തിൽ മുങ്ങിത്താഴാൻ ഇനി അവർക്ക് സാധ്യമല്ല. വിജയത്തിൻ്റെ ആ സൂര്യ വെളിച്ചത്തിലേക്ക് വരാൻ 3ാം പിണറായിക്കുള്ള ഒരുക്കുകൾ അവർ കൂട്ടേണ്ടി വരും എന്നുള്ള. രണ്ടായാലും അവർക്ക് കുഴപ്പമില്ല, കാരണം ആൾ ഇന്ത്യ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗവുമാണ്. തീരുമാനങ്ങൾ മാറ്റേണ്ടി വരും. ലീഗ് ഇത് വളരെ ഗൗരവമായിട്ട് ഇപ്പം മിണ്ടിയിട്ടില്ലൊന്നും. ഒരു ലീഗുകാരന് ഇതുവരെ മിണ്ടിയിട്ടില്ല, മൗനമാണ്, സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒറ്റയാൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ലീഗിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ അത് പുനർചിന്തയിലേക്ക് വഴിതെളിക്കും. കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു റെപ്പർക്കഷൻ ഉണ്ടാക്കാൻ പോവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.